ഈ രാമാനന്ദ ഭാരതി സ്വാമിയെ അവിടെ നിന്ന് മാറ്റിയിട്ട് അവിടെ മഠാധിപതിയാക്കാൻ വേണ്ടിയിട്ട് സംഘപരിവാർ പിന്തുണയോടെ രംഗത്തിറങ്ങുന്നത് അമൃതാനന്ദ ഭാരതി എന്ന് പറയുന്ന ഒരു സ്വാമിയാണ്. ഈ കഴിഞ്ഞ ദിവസം മന്ത്രി കെ ബി ഗണേഷ് കുമാർ ആരോപിച്ചൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടായിരുന്നു. ഈ അമൃതാനന്ദ ഭാരതി എന്നറിയപ്പെടുന്ന അനിൽ ഒരു ബാർ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നു എന്നാണ് മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. എന്നാൽ ഈ അമൃതാനന്ദ ഭാരതി, അതായത് അനിൽ എന്ന് പറയുന്നയാൾ, അത് നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അദ്ദേഹം ചിക്കൻ പാചകം ചെയ്യുന്നതിൻ്റെ ഒരു ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിക്കൻ പാചകം ചെയ്യുന്ന ഒരു തെറ്റല്ല, പക്ഷേ ഇത്തരത്തിലൊരു മഠാധിപതിയൊക്കെ ആകുന്ന ഒരു സ്വാമി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ദീക്ഷ സ്വീകരിക്കുകയും സന്യാസത്തിൽ അതിൻ്റെതായ ആചാരപ്രകാരമൊക്കെ ജീവിക്കുകയും ചെയ്യേണ്ട ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ മാംസാഹാരം പാചകം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. അതാണ് അവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഏതായാലും ഈ ഗണേഷ് കുമാർ അങ്ങനെ ആരോപിച്ചിരുന്നു. എന്നാൽ തനിക്ക് അതിനെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു അമൃതാനന്ദ ഭാരതി കൈരളി ന്യൂസിനോട് പ്രതികരിച്ചത്. എന്നാൽ ഇത് അസത്യമാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. സ്ഥാപനത്തിലെ കറിവെപ്പുകാരനാണ് ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞു. അതൊക്കെ ഫേസ്ബുക്കിലുണ്ടല്ലോ, ഇപ്പോൾ ഫേസ്ബുക്കിൽ വന്നുകൊണ്ടിരിക്കില്ലേ അതൊക്കെ. ചിക്കൻ കറി എങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞ് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കും. കഴിഞ്ഞല്ലോ ഇത് രണ്ട് മാസം മുമ്പുള്ള നിങ്ങൾക്ക് പരിശോധിക്കുക, ഇൻസ്റ്റാഗ്രാമിൽ 2 മാസം പോകുന്നൊരു സംഭവമാണ്. മഠത്തിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഇവിടെയുള്ള ഏക ഒരു സ്വാമിയാണ് അദ്ദേഹം, അമൃതാനന്ദ ഭാരതി എന്നാണ് അദ്ദേഹം പറയുന്നത്. സ്വാമി, ഇപ്പോൾ മിനിസ്റ്റർ ചില കാര്യങ്ങളൊക്കെ അങ്ങയോട് ചോദിച്ചു. അങ്ങയുടെ പേര് അനിൽ എന്നാണോ, അങ്ങ് എവിടെയാണ് താമസം, നേരത്തെ അങ്ങയുടെ പൂർവാശ്രമം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഗായത്രി മന്ത്രം അറിയാവുമെന്ന് വരെ ചോദിച്ചു. സ്വാമി എന്താ അതിനകത്ത് പറയാനുള്ള? ഇവിടെ ചെല്ലേണ്ട ഒരു ഇതല്ലല്ലോ, ഗായത്രി മന്ത്രം ചെല്ലേണ്ട ഒരു സ്ഥലമല്ലല്ലോ, അതുകൊണ്ട് മാത്രം ചെല്ലില്ലെന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഏതോ ഒരു സിനിമാ നടിയുടെ ഒരു അമ്മയുടെ കൂടെ എങ്ങാണ്ട് എത്ര പേരായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട്. സിനിമ ഒരാളല്ല, പലരായിട്ട് നമുക്ക് പല ആൾക്കാരായിട്ട് ബന്ധമുണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റൊരു ആരോപണം എന്ന് പറയുന്നത് അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ അതോ ഫേസ്ബുക്കിലോ റീൽസിലോ എവിടെയോ ഈ ചിക്കൻ കറി എങ്ങനെ വെക്കണം, ചിക്കൻ ഫ്രൈയിനെ കുറിച്ചിട്ടുള്ള അങ്ങ് ഇട്ടതായിട്ടാണ് മിനിസ്റ്റർ പറയുന്നത്. അറിയില്ല, മിനിസ്റ്റർ ഇതൊക്കെയാണ് അന്വേഷണം നടക്കുന്നത്. എനിക്ക് ഓർമ്മയില്ല. ചിക്കൻ കറി റെഡി, ലാസ്റ്റ് മല്ലിയിലയുടെ ഇട്ടപ്പം റെഡി. ഇനി ചിക്കൻ ഫ്രൈ ലാസ്റ്റ് ഫൈനൽ ടച്ച് റെഡിയായി. ഇനി ഇതങ്ങ് എടുത്ത് കഴിച്ചാൽ മതി. ഓക്കെ കാത്തു, ബൈ. രാജ്കുമാർ കൊല്ലത്തൂർ നമ്മളോടൊപ്പം ചേരുകയാണ്. രാജ്കുമാർ, എന്താണ് ഈ അവധൂത ആശ്രമത്തിൽ സംഭവിക്കുന്നത്? ഇപ്പോൾ ഈ അമൃതാനന്ദ ഭാരതി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്വാമി കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഹോട്ടലിൽ പാചകക്കാരനായിരുന്നു, മാംസാഹാരം അടക്കം പാചകം ചെയ്യുന്ന ആളായിരുന്നു എന്നായിരുന്നു മന്ത്രി ഗണേഷ് കുമാർ പറഞ്ഞത്. ഇപ്പോൾ ചിക്കൻ കറി വെക്കുന്ന ചില ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ഈ അമൃതാനന്ദ ഭാരതി നിഷേധിച്ച വിഷയങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്? ഈ ചെയ്തതെല്ലാം തെറ്റാണെങ്കിലും സംഘപരിവാറിന് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവന്ന് ഈ മഠത്തിന്റെ പിൻഗാമി, മഠത്തിന്റെ അവകാശിയാക്കി മാറ്റാനായി നിയോഗിക്കപ്പെട്ട ഈ വ്യക്തി. അദ്ദേഹത്തിന്റെ ഇപ്പൊ പൂർവാശ്രമ നാമം അനിൽ, അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പേര് അമൃതാനന്ദ ഭാരതി. അദ്ദേഹമാണ് ഇപ്പൊ പ്രതികരിച്ചത്. അപ്പൊ മനുവും കേട്ട് കാണുമല്ലോ, പ്രേക്ഷകരും കേട്ട് കാണും. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം 2-3 മാസങ്ങൾക്ക് മുമ്പ് മാത്രം പങ്കുവച്ച ഒരു വീഡിയോ ആണ് നിലവിൽ ഇപ്പോൾ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ പരിശോധിക്കുമ്പോൾ 2 months ബിഫോർ, 3 months ബിഫോർ, അല്ലെങ്കിൽ 1 year ബിഫോർ, അതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ഡിജിറ്റൽ എവിഡൻസ് ആണ്, അത് ആർക്കും മറച്ചു വെക്കാനും കഴിയില്ല. എന്തായാലും ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഇവര് മഠാധിപതിയാക്കാൻ നീക്കം നടത്തിയത്. 2-3 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ എത്തി എന്ന് ഈ സ്വാമി തന്നെ എന്നോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം ദീക്ഷ സ്വീകരിച്ച് ഇവിടെ എത്തിയതാണ്. തല മുണ്ടനം ചെയ്ത് ഇപ്പോഴത്തെ മഠാധിപതിയുടെ കൂടെ നിൽക്കുന്ന ദൃശ്യങ്ങളൊക്കെ പുറത്തുണ്ട്. അതേസമയം 51 വർഷമായി ഈ മഠത്തിൽ തന്നെയുള്ള അന്തേവാസി, 18-16 വയസ്സിലാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. നേരത്തെ ഇപ്പൊ ഈ പരിക്കേറ്റ് ആക്രമണത്തിനിരയായ രാമാനന്ദ ഭാരതി അവിടെ കഴിയുന്നത്. യഥാർത്ഥ ഇതിന്റെ ഇനി പിൻഗാമിയാവേണ്ടത് അദ്ദേഹമാണ്. പക്ഷെ സംഘപരിവാറിന് താല്പര്യമില്ല. അവർക്ക് 220 ഏക്കർ വരുന്ന ഭൂമി, അതേപോലെ 1/2 കോടി രൂപയോളം പ്രതിവർഷ വരുമാനം, അതൊന്നും ചെയ്യാതെ അവിടെ റബ്ബർ തോട്ടമൊക്കെ ഉണ്ട് അവർക്ക്. അത് പല സ്ഥലങ്ങൾ, കൊട്ടാരക്കര തന്നെ നഗരമധ്യത്തിൽ തന്നെ 15 സെന്റ് ഭൂമിയുണ്ട്. ഇതെല്ലാം കോടിക്കണക്കിന് രൂപ വില വരുന്നതാണ് ഇതെല്ലാം. ഒരുപക്ഷെ ഇതിൽ കണ്ണുനട്ടാണോ ഇത് ആളുകളൊക്കെ രംഗത്ത് വരുന്നതെന്ന് വ്യക്തമല്ല. മന്ത്രി ഗണേഷ് കുമാർ പക്ഷെ ഇന്നലെ പറഞ്ഞത് ഒരു വലിയ ഭൂമാഫിയ RSSന്റെ മറ പിടിച്ചുകൊണ്ട് ഇവിടെ വന്ന് ഇതെല്ലാം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നാട്ടുകാർക്ക് ഇവിടെ രാഷ്ട്രീയമൊന്നുമില്ല, ഒറ്റക്കെട്ടായി നിൽക്കും, ഇതിനെ തടയും എന്നാണ് പറഞ്ഞത്. അതേസമയം ഇതിലൊരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഇന്നലെ RSS തന്നെ വൈകിട്ട് ഈ മഠത്തിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ട് ആക്രമണത്തിനിരയായ സന്യാസി, ആരാണ് അദ്ദേഹത്തെ ആക്രമിച്ചത് അവരെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു അവരുടെ മാർച്ച്. എന്തായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്.
കഴിഞ്ഞ ദിവസം ഇന്നലെ പോലീസ് കേസെടുത്തു. അതിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിട്ടുള്ളത്. സ്വാമിയുടെ മൊഴി ഇന്ന് വീണ്ടും പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തും. അതിനുശേഷം കൂടുതൽ അന്വേഷണത്തിലേക്ക് കൊണ്ടുപോകാനാണ് നീക്കം. പ്രത്യേക അന്വേഷണ സംഘത്തിനും രൂപം നൽകിയിട്ടുണ്ട്. മനു. ശരി, ഓക്കെ, താങ്ക് യു രാജ്കുമാർ. രാജ്കുമാറാണ് ഈ വിവരങ്ങൾ നമുക്ക് നൽകിയത്. ഏതായാലും അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നത് വിചിത്രം തന്നെയാണ്. വരും ദിവസങ്ങളിൽ അതിനൊരു തുടർച്ചയുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം.